2025 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ശരിക്കും ഒരു രാഷ്ട്രീയ ഭൂകമ്പം തന്നെയായിരുന്നു അല്ലേ? ആരും പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ട്. രാഷ്ട്രീയ പണ്ഡിതന്മാരൊക്കെ ഞെട്ടിപ്പോയി. അപ്പോൾ എങ്ങനെയാണ് ഈ അവിശ്വസനീയമായ വിധിയെഴുത്ത് ഉണ്ടായത്? നമുക്കതിന്റെ കാരണങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ദാ ഈ നമ്പർ നോക്കൂ, 202. ആകെയുള്ള 243 സീറ്റുകളിൽ 202ഉം എൻ.ഡി.എ സഖ്യം തൂത്തുവാരി. ഇതൊരു സാധാരണ വിജയമല്ല. ബീഹാറിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായിരുന്നു ഇത്. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? എങ്ങനെയാണ് ഒരു സഖ്യം ഇങ്ങനെയൊരു ചരിത്രവിജയം നേടിയത്? അതേസമയം പ്രതിപക്ഷം എന്തുകൊണ്ടാണ് ഇങ്ങനെ തകർന്നടിഞ്ഞത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത്. ശരി, അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ എൻ.ഡി.എയുടെ വിജയത്തിന് പിന്നിലെ ആ ഫോർമുല എന്തായിരുന്നു എന്ന് നോക്കാം. എങ്ങനെയാണ് അവർ ഇത്ര വലിയൊരു വിജയം നേടിയത്? എൻ.ഡി.എയുടെ വിജയത്തിന് പിന്നിൽ പ്രധാനമായും ഒരു 5 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു കുഴപ്പവുമില്ലാത്ത സീറ്റ് വിഭജനം. പിന്നെ ആ പഴയ ജംഗിൾ രാജ് ഭയം വീണ്ടും ഓർമ്മിപ്പിച്ചത്. ഇങ്ങനെ 5 കാര്യങ്ങൾ. ഈ തന്ത്രങ്ങളെല്ലാം കൂടി എങ്ങനെയാണ് അവർക്കനുകൂലമായി പ്രവർത്തിച്ചതെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. എൻ.ഡി.എയുടെ തന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനം ഒരുപക്ഷേ ഈ എം.ഇ ഫാക്ടറായിരുന്നു. എന്നാണ് ഈ എം.ഇ എന്നല്ലേ? എം എന്നാൽ മഹിള, അതായത് സ്ത്രീകൾ. ഇ എന്നാൽ ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസ്, അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ. ഇവരെ ലക്ഷ്യം വെച്ചുള്ള ഈ നീക്കം ശരിക്കും പ്രതിപക്ഷത്തിന്റെ വോട്ട് ബാങ്കിൽ വലിയൊരു വിള്ളലുണ്ടാക്കി. പക്ഷേ ഇവിടെയാണ് ഒരു രസകരമായ കാര്യം, അല്ലെങ്കിൽ ഒരു വൈരുദ്ധ്യം. സൗജന്യങ്ങൾ കൊടുക്കുന്ന രാഷ്ട്രീയത്തെ എപ്പോഴും വിമർശിച്ചിരുന്ന ആളാണ് നിതീഷ് കുമാർ. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, വൈദ്യുതി സൗജന്യമായി നൽകില്ല എന്നൊക്കെ. പക്ഷേ ഇത്തവണയോ കഥയാകെ മാറി. കണ്ടില്ലേ ഇത്തവണത്തെ അവരുടെ മെനു? വനിതാ സംരംഭകർക്ക് പണം, യുവാക്കൾക്ക് തൊഴിലില്ലായ്മ വേതനം, സൗജന്യ വൈദ്യുതി, ലിസ്റ്റ് അങ്ങനെ നീളുന്നു. ഇത് ശരിക്കും പറഞ്ഞാല് അവരുടെ പഴയ നിലപാടിൽ നിന്നൊരു യൂ-ടേൺ തന്നെയായിരുന്നു. അപ്പോ ഇതിന്റെയൊക്കെ ഫലം എന്തായിരുന്നു? സിമ്പിൾ. സ്ത്രീ വോട്ടർമാർ കൂട്ടത്തോടെ എൻ.ഡി.എക്ക് വോട്ട് ചെയ്തു. ചില ജില്ലകളിലൊക്കെ പുരുഷന്മാരെക്കാൾ 10 മുതൽ 20% വരെ കൂടുതൽ സ്ത്രീകൾ വോട്ട് ചെയ്യാൻ ഇറങ്ങി. അത് തിരഞ്ഞെടുപ്പ് ഫലത്തിൽ ഒരു നിർണായക ഘടകമായി മാറി. ഓക്കെ, അപ്പൊ എൻ.ഡി.എയുടെ വിജയത്തിന്റെ കാര്യങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരാൾ ജയിക്കുമ്പോൾ മറ്റൊരാൾ തോൽക്കണമല്ലോ. അപ്പോൾ പ്രതിപക്ഷത്തിന് എവിടെയാണ് പിഴച്ചത്? നമുക്ക് മഹാസഖ്യത്തിന്റെ പരാജയത്തിന്റെ കാരണങ്ങളിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാര്യമെടുക്കാം. ബീഹാറിൽ കോൺഗ്രസ് ശരിക്കും ഒരു ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയാണ് നേരിട്ടത്. ഈ കണക്കുകൾ നോക്കൂ, ശരിക്കും ഞെട്ടിക്കുന്നതാണ്. 61 സീറ്റിൽ മത്സരിച്ചു, ജയിച്ചതോ വെറും 6 സീറ്റിൽ. അതായത് വിജയശതമാനം 10-ൽ താഴെ. സ്വന്തം നേതാക്കൾ തന്നെ ഇതിനെ സംഘടനയുടെ സമ്പൂർണ്ണ പരാജയം എന്ന് വിളിച്ചതിൽ പിന്നെ അത്ഭുതമൊന്നുമില്ല. ഈ 10% താഴെയുള്ള സ്ട്രൈക്ക് റേറ്റ് അത് മഹാസഖ്യത്തിന് ഒരു വലിയ ഭാരമായി മാറി. കാരണം കോൺഗ്രസ് മത്സരിച്ച മിക്ക സീറ്റുകളിലും എൻ.ഡി.എ വളരെ എളുപ്പത്തിൽ ജയിച്ചു കയറി. ഇത് ആ സഖ്യത്തിന്റെ മൊത്തത്തിലുള്ള പ്രകടനത്തെ വല്ലാതെ ബാധിച്ചു. ശരി, കോൺഗ്രസിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. പക്ഷേ അവരുടെ പ്രധാന സഖ്യകക്ഷിയായ ആർ.ജെ.ഡിയുടെ കാര്യമോ? അവിടെയാണ് കഥ കുറച്ചുകൂടി വിചിത്രവും സങ്കീർണവുമാകുന്നത്. ഇതൊന്നു നോക്കൂ. വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ ആർ.ജെ.ഡി ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി, 23%. പക്ഷെ സീറ്റുകളുടെ എണ്ണം നോക്കിയാലോ? 143 സീറ്റിൽ മത്സരിച്ചിട്ട് ജയിച്ചത് വെറും 25 ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് അവർക്ക് സീറ്റുകൾ നേടാൻ കഴിയാതെ പോയത്? അപ്പോ എന്താണ് ഈ വോട്ട് ഷെയർ എന്ന് സംശയമുണ്ടോ? സിമ്പിളാണ്. ഒരു പാർട്ടിക്ക് കിട്ടുന്ന മൊത്തം വോട്ടിന്റെ ശതമാന കണക്കാണിത്. ഇത് ജനപിന്തുണ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ വോട്ടുകൾ പല മണ്ഡലങ്ങളിലായി ചിതറിപ്പോയാൽ ഒരു മണ്ഡലത്തിലും ജയിക്കാനാവശ്യമായ ഭൂരിപക്ഷം കിട്ടില്ല. അതാണ് സത്യത്തിൽ ആർ.ജെ.ഡിക്ക് പറ്റിയത്. അപ്പോൾ കോൺഗ്രസ്, ആർ.ജെ.ഡി ഇവര് കൂടാതെ ഒരു പുതിയ എൻട്രി കൂടി ഉണ്ടായിരുന്നല്ലോ ഈ തിരഞ്ഞെടുപ്പിൽ. എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന പ്രശാന്ത് കിഷോറിന്റെ ജൻ സൂരജ് പാർട്ടി. അവരുടെ കാര്യമെന്തായി? ഒറ്റവാക്കിൽ പറയാം, 0. 238 സീറ്റുകളിൽ മത്സരിച്ചു, പക്ഷേ ഒരു സീറ്റ് പോലും കിട്ടിയില്ല. വലിയ പ്രതീക്ഷയോടെ വന്ന ഒരു പാർട്ടിയുടെ സമ്പൂർണ്ണ പരാജയമായിരുന്നു അത്. ശരി, അപ്പോ എൻ.ഡി.എയുടെ വിജയതന്ത്രങ്ങൾ, പ്രതിപക്ഷത്തിന്റെ വീഴ്ചകൾ, ഇതൊക്കെ നമ്മൾ കണ്ടു. ഇനി കുറച്ചുകൂടെ ആഴത്തിൽ ചിന്തിക്കാം. ഈ തെരഞ്ഞെടുപ്പ് ഫലം ബീഹാറിലെ വോട്ടർമാരെക്കുറിച്ച് നമ്മളോട് എന്താണ് പറയുന്നത്? അവിടെ കാര്യങ്ങൾ മാറുന്നുണ്ടോ? അതായത്
ഈ വിജയം കേവലം ചില രാഷ്ട്രീയ തന്ത്രങ്ങളുടെയും കണക്കുകൂട്ടലുകളുടെയും ഫലം മാത്രമായിരുന്നോ അതോ ബീഹാറിലെ വോട്ടർമാരുടെ ചിന്താരീതിയിൽ തന്നെ അടിസ്ഥാനപരമായ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഈ ചോദ്യത്തിനു ഉത്തരം കണ്ടെത്താൻ നമുക്ക് ചില പഠനങ്ങളെ ആശ്രയിക്കാം. ഉദാഹരണത്തിന്, ഇന്റർനാഷണൽ ജേർണൽ ഓഫ് സോഷ്യൽ ഇംപാക്റ്റിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം ബീഹാറിലെ വോട്ടിംഗ് രീതികളെക്കുറിച്ച് വളരെ അതിശയിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കണക്ക് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 2024 നടന്ന ഒരു സർവേയിൽ വെറും 4.2% വോട്ടർമാർ മാത്രമാണ് സ്ഥാനാർത്ഥിയുടെ ജാതിയാണ് വോട്ട് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞത്. ഓർക്കണം, നമ്മൾ സംസാരിക്കുന്നത് ജാതി രാഷ്ട്രീയത്തിന്റെ ഈറ്റില്ലം എന്ന് പറയുന്ന ബീഹാറിനെക്കുറിച്ചാണ്. ഇതൊരു ചെറിയ മാറ്റമല്ല. അപ്പൊ പിന്നെ എന്തിനാണ് പാർട്ടികൾ ഇപ്പോഴും ഈ ജാതി സമവാക്യങ്ങൾക്ക് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്? കാരണം സിമ്പിളാണ്. ബീഹാറിലെ സാമൂഹിക ഘടന വളരെ സങ്കീർണമാണ്. ഈ കാണുന്നതുപോലെ EBC-കൾ, മുസ്ലിമർ, ദലിതർ, യാദവർ, ഓരോ വിഭാഗത്തിനും അവിടെ നിർണായകമായ സ്വാധീനമുണ്ട്. അവരെ ആർക്കും അവഗണിക്കാൻ പറ്റില്ല. അപ്പോ കാര്യങ്ങൾ ഇങ്ങനെയാണ്. പണ്ട് ജാതിയായിരുന്നു വോട്ടുകളെ നിയന്ത്രിച്ചിരുന്ന പ്രധാന ഘടകം. എന്നാൽ ഇന്നോ പുതിയൊരു യാഥാർത്ഥ്യം വന്നിരിക്കുന്നു. ജാതി ഇപ്പോഴും ഒരു ഘടകമാണ്, പക്ഷെ അതോടൊപ്പം തന്നെ ക്ഷേമ പദ്ധതികൾ, ഭരണം എങ്ങനെ, സ്ഥാനാർത്ഥി കൊള്ളാമോ തുടങ്ങിയ കാര്യങ്ങളും വോട്ടർമാർക്ക് വളരെ പ്രധാനപ്പെട്ടതായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവസാനം നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു വലിയ ചോദ്യത്തിനു മുന്നിലാണ്. ഈ ബീഹാർ മോഡൽ, അതായത് കൃത്യമായി ലക്ഷ്യം വെച്ചുള്ള ക്ഷേമ പദ്ധതികളും ഒപ്പം ജാതി സമവാക്യങ്ങൾ ഉൾപ്പെടെയുള്ള സാമൂഹിക എഞ്ചിനീയറിംഗും ചേർന്ന ഈ ഒരു മിശ്രിതം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുകൾ ജയിക്കാനുള്ള പുതിയ ഫോർമുലയായി മാറുമോ? തീർച്ചയായും ഇത് വരും കാലങ്ങളിൽ നമ്മൾ കാണാനിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ ചർച്ചയായിരിക്കും.